നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും 2024-25 അധ്യയന വർഷത്തിലെ BSc നഴ്സിംഗ് പ്രവേശനത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എയിംസ് സ്ഥാപനങ്ങൾ, ഏറ്റവും ചിലവ് കുറഞ്ഞു തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുള്ള അവസരം ജൂൺ 8 ആയിരുന്നു എയിംസ് BSc നഴ്സിംഗ് എൻട്രൻസ് എക്സാം. അതിൻ്റെ റിസൾട്ട് ജൂൺ 15 പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കടക്കുകയുമാണ്. ജൂലൈ 5 ഇന്നു മുതൽ AIIMSexams.ac.in എന്ന വെബ്സൈറ്റ് വഴി എയിംസിൻ്റെ 17 മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനത്തിന് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 8 പരീക്ഷ എഴുതുകയും അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ അവസരമുള്ളത്. 3 റൗണ്ടുകളിലായിട്ടായിരിക്കും എയിംസിലെ BSc നഴ്സിംഗ് പ്രവേശനം നടക്കുന്നത്. അതിൻ്റെ ആദ്യ 2 റൗണ്ടുകൾക്കാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 2 റൗണ്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ അനുവദിക്കുകയുള്ളൂ. ഒരിക്കൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ സൈറ്റ് വഴി അതിൻ്റെ വില്ലിങ്നെസ് അറിയിക്കുകയും അതോടൊപ്പം തന്നെ ആ ബന്ധപ്പെട്ട കോളേജിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പ്രവേശനം നേടുകയും ചെയ്താൽ മാത്രമേ അലോട്ട്മെൻറ്റ് നിലനിൽക്കുകയുമുള്ളൂ. റൗണ്ട് 1 പ്രവേശനം കിട്ടിയിട്ട് നമ്മൾ ആ കോളേജിൽ യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മളെ പ്രവേശന നടപടികളിൽ നിന്ന് ഒഴിവാക്കുകയും എന്നാൽ അവസാനം നടക്കുന്ന ഓപ്പൺ കൗൺസിലിംഗ് 3rd റൗണ്ട് സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയും ചെയ്യും. എയിംസ് BSc നഴ്സിംഗ് കൗൺസിലിംഗ് ഷെഡ്യൂളിലൂടെ നമുക്ക് കണ്ണോടിച്ചാൽ 5 മുതൽ 9 വരെയാണ് എക്സസൈസിങ് ചോയ്സസ്, അതായത് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് അവരുടെ ഈ 17 എയിംസ് മെഡിക്കൽ കോളേജുകളുടെയും പ്രിഫറൻസ് എന്താണ് എന്ന് അറിയിക്കാനുള്ള അവസരം. നമ്മൾക്ക് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിൽ യഥാർത്ഥത്തിൽ നമുക്ക് റാങ്കിനനുസരിച്ച് ഒരു കോളേജിൻ്റെ പ്രിഫറൻസ് ഓർഡറിനൊക്കെ അപ്പുറം നമ്മളുടെ താല്പര്യം എന്താണ്. എയിംസ് ഡൽഹി ആണെങ്കിൽ ഡൽഹി, ഭുവനേശ്വർ, ഭോപ്പാൽ, ജോധ്പൂർ, നമുക്ക് പോകാനുള്ള സൗകര്യത്തിൻ്റെയും നമുക്ക് പഠിക്കാനുള്ള താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മളുടെ റാങ്കോ മാർക്കോ അല്ലെങ്കിൽ കാറ്റഗറിയോ എന്താണെന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഈ 17 മെഡിക്കൽ കോളേജുകളിലും എവിടെയൊക്കെയാണ് നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ളതിൻ്റെ പ്രിഫറൻസ് ലിസ്റ്റ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ എലിജിബിൾ സ്റ്റുഡൻസിൻ്റെ ആദ്യത്തെ ഒരു ജോലി. അങ്ങനെ എയിംസ് BSc നഴ്സിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ 9 ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ അലോട്ട്മെൻറ്റ് റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജൂലൈ 12 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. 12 അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ സീറ്റ് അലോട്ട് ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും 2 പ്രോസസ്സുകളാണ് ചെയ്യേണ്ടത്. ഒന്ന്, ഓൺലൈനായിട്ട് സീറ്റ് അക്സെപ്റ്റ് ചെയ്യണം. നമ്മളുടെ AIIMSexams.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുകയും നമുക്ക് 2 ചോയ്സാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ കിട്ടിയ സീറ്റ് മതി, നമ്മൾ വില്ലിംഗ് ആണ് എന്നുള്ളത്. രണ്ടാമത്തത്, നമുക്ക് ഈ കിട്ടിയ സീറ്റും വേണം, ഒപ്പം നമ്മൾ 2ാമത്തെ റൗണ്ടിൽ പരിഗണിക്കണം എന്ന് പറയുകയും ചെയ്യാം. എയിംസ് BSc നഴ്സിംഗിൻ്റെ ഈ 2 റൗണ്ടിലും നമ്മൾ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓൺലൈൻ സീറ്റ് അക്സെപ്റ്റൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ആരെങ്കിലും അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ടോ ഇതിനകത്ത് ഈ ഓൺലൈനായിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ചെയ്തില്ല എങ്കിൽ 2ാമത്തെ റൗണ്ടിൽ പരിഗണിക്കുകയില്ല. പിന്നെ 3ാമത് നടക്കുന്ന സ്ട്രേ വേക്കൻസിയിൽ മാത്രം പുതിയതായിട്ട് ഒരിക്കൽ കൂടി ഓപ്ഷൻ കൊടുക്കാൻ അനുവാദമുണ്ടാവുകയും ചെയ്യും. എയിംസിൻ്റെ വെബ്സൈറ്റ് വഴി സീറ്റ് അക്സെപ്റ്റൻസ് കൊടുക്കേണ്ട ഡേറ്റ് ജൂലൈ 13 മുതൽ 18 വരെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും 1 ലക്ഷം രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റും ആയിട്ട് നേരിട്ട് കുട്ടി ഏത് കോളേജാണോ കിട്ടിയിരിക്കുന്നത്, ഏത് എയിംസ് മെഡിക്കൽ കോളേജാണോ BSc നഴ്സിംഗിന് കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ ജൂലൈ 18 നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തവരെയാണ് 2ാമത് നടക്കുന്ന കൗൺസിലിങ്ങിൽ അവർക്ക് ഹയർ ഓപ്ഷൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കുന്നത്. 1ാമത്തെ റൗണ്ടിൽ ഒരു സീറ്റും കിട്ടാത്തവരെയും സീറ്റ് എടുത്ത വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനും വേണ്ടി മാത്രമാണ് 2ാമത്തെ കൗൺസിലിംഗ് നടക്കുന്നത്. 2ാമത് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനോ ഓപ്ഷൻ കൊടുക്കാനോ ഉള്ള സാവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ യാതൊരുവിധ അലോട്ട്മെൻറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും അലോട്ട്മെൻറ്റ് ലഭിച്ച സീറ്റ് എടുത്ത വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷനും കൂടെ വേണ്ടിയിട്ട് വീണ്ടും വേക്കൻറ്റ് സീറ്റുകൾ ജൂലൈ 25 പബ്ലിഷ് ചെയ്യുന്നു. അന്ന് തന്നെ 2ാമത്തെ റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ടും ജൂലൈ 25 പ്രസിദ്ധീകരിക്കും. അങ്ങനെയുള്ളവർ വീണ്ടും ഓൺലൈനായിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് കൊടുക്കേണ്ടത് 26 മുതൽ 31 വരെയാണ്. അതോടൊപ്പം തന്നെ അതായത് സ്ട്രേ വേക്കൻസിക്ക് വീണ്ടും 3ാമത്തെ റൗണ്ടിലൊക്കെ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 26 മുതൽ 31 വരെ കൊടുക്കാം. അതോടൊപ്പം തന്നെ ജോയിൻ ചെയ്യേണ്ട ഡേറ്റും
26 മുതൽ 31 തീയതിക്കുള്ളിൽ ആ റിപ്പോർട്ട് കിട്ടിയ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടുകയും ഹയർ ഓപ്ഷനിലോട്ട് പോവുകയും ചെയ്ത വിദ്യാർത്ഥികൾ ആദ്യത്തെ കോളേജിൽ ചെന്ന് DD അടക്കമുള്ള മുഴുവൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റും തിരികെ മേടിക്കുകയും പുതിയ കോളേജിൽ രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ കോളേജിൽ 26 തീയതിക്കുള്ളിൽ 26 തീയതിക്കും 31 തീയതിക്കും ഇടയ്ക്ക് നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമ്മൾ രണ്ടാമത് കിട്ടിയ കോളേജിൽ മാത്രം പോയാൽ പോരാ, ആദ്യം കിട്ടിയ കോളേജിൽ നിന്ന് എല്ലാ ഡോക്യുമെൻസും നമ്മൾ തന്നെ പോയി മേടിച്ച് രണ്ടാമത്തെ കോളേജിൽ ചെന്ന് ചേരുകയും ചെയ്യേണ്ടതാണ്. രണ്ടാമതൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ദ സെക്കൻഡ് റൗണ്ട് വിൽ ബി ഇനിഷ്യേറ്റഡ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് റൗണ്ട്. ഫസ്റ്റ് റൗണ്ടിൻ്റെ എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും 25 തീയതി സെക്കൻഡ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. പക്ഷേ അവിടെ ഒരു കാരണവശാലും ചോയ്സ് ആഡ് ചെയ്യാനോ പ്രിഫറൻസ് ഓർഡർ ചേഞ്ച് ചെയ്യാനുള്ള ഒരവസരവും വിദ്യാർത്ഥികൾക്ക് നൽകുകയില്ല. നേരെ സീറ്റ് അലോക്കേഷനിലോട്ട് കടക്കുക മാത്രമാണ് ചെയ്യുന്നത്. aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ ID, അതുപോലെ യൂണിക് കോഡ്, പാസ്വേഡ് എന്നിവ കൊടുത്ത് മൈ പേജ് എന്ന ലിങ്ക് വഴിയാണ് ചോയ്സുകൾ ഫില്ല് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ആകെയുള്ള 20 എയിംസ് മെഡിക്കൽ കോളേജിൽ 17 എയിംസിലാണ് ഇപ്പോൾ BSc നഴ്സിംഗ് പ്രവേശനം സാധ്യമായിരിക്കുന്നത്. എയിംസ് ഡൽഹി, ബത്തിൻഡ, ഭോപ്പാൽ, ഭുവനേശ്വർ, ബിബിനഗർ, ബിലാസ്പൂർ, ഡിയോഗ്, ഗോരഖ്പൂർ, ജോധ്പൂർ, കല്യാണി, മംഗളഗിരി, നാഗ്പൂർ, പാറ്റ്ന, റായ്ബറേലി, റായ്പൂർ, ഋഷികേശ് ആൻഡ് ഗുവാഹട്ടി 17 എയിംസ് മെഡിക്കൽ കോളേജിൻ്റെ പ്രിഫറൻസ് ഓർഡറാണ് നമ്മൾ ഇന്ന് മുതൽ എയിംസിൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫസ്റ്റ് റൗണ്ടിൽ നമുക്കറിയാം. നമ്മളെ ഈ മൈ പേജിൻ്റെ ലിങ്ക് വഴി കയറിയിട്ട് നമ്മളെ രജിസ്റ്റർ ആയിട്ട് ചെയ്യണം. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആ ചോയ്സുകൾ, ഈ പ്രിഫറൻസ് ഓർഡറിൽ ചോയ്സ് കൊടുക്കുന്നു. നമുക്ക് ജൂലൈ 9 തീയതി വരെ ചോയ്സ് ആഡ് ചെയ്യാനും പ്രിഫറൻസ് ഓർഡറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്തത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ലാസ്റ്റ് സേവ് ചെയ്ത് സബ്മിറ്റായിട്ട് പരിഗണിക്കും. സാധാരണ നമ്മൾ പ്രിഫറൻസ് ഓർഡർ മാറ്റമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ചോയ്സുകളെല്ലാം 17 ചോയ്സുകളും കൊടുക്കണം നിർബന്ധമില്ല. നമുക്ക് പോകാൻ പറ്റുന്ന കോളേജുകൾ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നമുക്ക് പോകാവുന്ന മുഴുവൻ കോളേജുകളും കൊടുക്കാൻ ഒരു അവസരമേ ഉള്ളൂ. ആ കോളേജുകൾ കൊടുക്കുകയും സേവ് ചെയ്യുകയും സബ്മിറ്റ് ആൻഡ് ലോക്ക് ചെയ്യുകയും ചെയ്യുക. സബ്മിറ്റും ലോക്കും ചെയ്തില്ലെങ്കിലും ലാസ്റ്റ് സേവ് ചെയ്ത ചോയ്സുകൾ അവർ പരിഗണിച്ചുകൊള്ളും. പക്ഷേ സബ്മിറ്റും ലോക്കും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പ്രിഫറൻസ് ഓർഡറിൽ മാറ്റം വരുത്താൻ അനുവദിക്കുകയുമില്ല. ജൂലൈ 12 തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയിംസിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് 2 ഓപ്ഷനാണുള്ളത്. അക്സെപ്റ്റ് അലോട്ടഡ് സീറ്റ് ആൻഡ് ഡു നോട്ട് വിഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫർദർ റൗണ്ട്. നമ്മളെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റൗണ്ടിൽ പരിഗണിക്കേണ്ട, എനിക്ക് ഈ കിട്ടിയ സീറ്റ് മാത്രം മതി എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഓപ്ഷൻ 2, ഇപ്പോൾ നമുക്ക് ഈ സീറ്റ് വേണം, ഒപ്പം നമ്മളെ അടുത്ത 2 ഹയർ ഓപ്ഷനിൽ നമ്മളെ പരിഗണിക്കണം എന്നുള്ള ഓപ്ഷൻ 2ഉം നമുക്ക് സെലക്ട് ചെയ്യാം. ഈ 2 ഓപ്ഷൻ നിർബന്ധമായും സെലക്ട് ചെയ്തിരിക്കണം. നമുക്ക് സീറ്റ് അലോട്ട് ചെയ്തിട്ട് ഈ ഓപ്ഷന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സീറ്റ് നഷ്ടമാവുകയും പിന്നെ മൂന്നാമത്തെ സ്ട്രേ വേക്കൻസിയിൽ മാത്രമേ നമുക്ക് അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് ലഭിച്ച് ജൂലൈ 18 തീയതിക്കുള്ളിൽ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ടാണ് കാൻഡിഡേറ്റ് 1 lakh rupees DDയുമായിട്ട് ആ എയിംസിൽ നേരിട്ട് ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്? എയിംസിൻ്റെ അഡ്മിറ്റ് കാർഡ്, ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന രജിസ്ട്രേഷൻ സ്ലിപ്പ്, അത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ അവിടുത്തെ ആ എയിംസിൻ്റെ ഓഫർ ലെറ്ററുണ്ട്, എന്തൊക്കെ ഡീറ്റെയിൽസ് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള ലെറ്ററുണ്ട്. അതുപോലെ 12ാം ക്ലാസ്സിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റുകൾ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫുകൾ, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിലെയറോ SC ST EWS ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എല്ലാത്തിൻ്റെയും ഒരു സെറ്റ് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കോപ്പിയും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒപ്പം 1 lakh rupees DDയും ഉണ്ടായിരിക്കണം. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെയും ഓഫർ ലെറ്ററിൻ്റെയും കൂടെ DD എടുക്കേണ്ട അഡ്രസ്സ്, ഏത് പേരിലാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടതെന്നുള്ളതുണ്ടാവും. നമുക്ക് സീറ്റ് ഫസ്റ്റ് റൗണ്ടുകളിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളവിടെ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ 1 lakh rupees നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് മറ്റുള്ള സാധ്യതകളും ഒക്കെ പരിഗണിച്ചിട്ട് വേണം എയിംസ് BSc നഴ്സിംഗിൻ്റെ ജൂലൈ 18 തീയതിക്കുള്ളിൽ കോളേജുകളിൽ ചേരാനായിട്ട്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും എയിംസ് BSc നഴ്സിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നഴ്സിംഗിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ aimsexams.ac.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് തങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ ചോയ്സ് നൽകുക. അതിനുശേഷം 12 തീയതി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 18 തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സീറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും
ബന്ധപ്പെട്ട കോളേജിൽ നേരിട്ട് ചെന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ചേരുകയും ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജൂലൈ 25 പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വെബ്സൈറ്റ് സന്ദർശിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ചേർന്നതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വില്ലിങ്നെസ് പറഞ്ഞവർ ജൂലൈ 25 വീണ്ടും വെബ്സൈറ്റ് നോക്കുകയും അലോട്ടഡ് കോളേജ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കോളേജിൽ നിന്ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഡിമാൻഡ് ഡ്രാഫ്റ്റും തിരികെ മേടിച്ച് പുതിയ കോളേജിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. രണ്ടാമത്തെ റൗണ്ടിനനുസരിച്ച് ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31. എയിംസ് BSc നഴ്സിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രോഗ്രാമുകളൊക്കെ ഉള്ള ഏറ്റവും നല്ലൊരു ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് BSc നഴ്സിംഗ്. അത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവസരം നിങ്ങളെല്ലാവരും ഉപയോഗിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.